പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറിന്റെ അപ്ഡേറ്റുകൾ വിളിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഇനി മുതൽ കഴിയും. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടും ബാക്കിയുള്ള എല്ലാ ജോബ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടും ജോബ് അപ്ഡേറ്റ്സ് നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസിലേക്ക് തന്നെ പോവാം. അപ്പൊ ഈ പറയുന്ന കേരള റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ റിക്രൂട്ട്മെന്റ് 2024 ആപ്ലിക്കേഷൻ വിൻഡോ ഇന്നലെ മുതൽ ഓപ്പൺ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 3 സെപ്റ്റംബർ മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 3 കേട്ടോ. ഒക്ടോബർ 3 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജോലിയാണ്. ഗവൺമെന്റ് ജോലി തന്നെയാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പോസ്റ്റിന്റെ പേര് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നാണ്. വേക്കൻസികൾ നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 2 വേക്കൻസികൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ലൊക്കേഷൻ കേരളയാണ്. സാലറി എന്ന് പറയുന്നത് നല്ല സാലറിയുള്ള ജോലിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 55,000 മുതൽ 1,15,000 രൂപ വരെ വരുന്ന സാലറി സ്കെയിലുള്ള ഒരു ജോലിയാണ് ഈ പറയുന്ന റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ. ഓക്കെ, അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 3 ആണെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ വേക്കൻസികൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നിലവിൽ 2 വേക്കൻസികളാണ് നിലവിൽ ഇപ്പോൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറിലേക്ക് ഉള്ളത്. അപ്പോൾ 2 എണ്ണമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കളയരുത്. ചിലപ്പോൾ ആ 2-ൽ ഒരാൾ ആരായിരിക്കും, നിങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റ് ആയിട്ട് കേരള PSC പറയുന്നത് 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ജൂലൈ 2 നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണാൻ കഴിയും. 1993 മുതൽ 1 ജാനുവരി 2005 വരെയുള്ളവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ജനറലിന് അപ്ലൈ ചെയ്യാനുള്ള വയസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 19 മുതൽ 31 വരെ വയസ്സാണ്. SC ST ആണെങ്കിൽ 19 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ 19 മുതൽ 34 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, സാലറി സ്കെയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. 55,000 മുതൽ 1,10,000 വരെയുള്ള സാലറി സ്കെയിലുള്ള ജോലിയാണ്. ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 2 എണ്ണമാണ് ഇതിനകത്ത് വരുന്നത്. സയൻസ് സബ്ജക്റ്റുകളായിട്ടുള്ള അഗ്രികൾച്ചർ, ബോട്ടണി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, എൻവയോൺമെന്റൽ സയൻസ്, ഫോറസ്റ്ററി, ജിയോളജി, ഹോർട്ടിക്കൾച്ചർ, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, വെറ്റിനറി സയൻസ്, സുവോളജി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ, കെമിക്കൽ, അതുപോലെ തന്നെ സിവിൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ഉള്ളവർക്കും എന്ത് ചെയ്യാൻ കഴിയും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഫിസിക്കൽ ക്വാളിഫിക്കേഷനകത്ത് കാണിക്കുന്നുണ്ട്. മെന്നിന് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് 163 ഹൈറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റിൻ്റെ 79 ഉണ്ടായിരിക്കണം. വിമൻ ആണെങ്കിൽ 150 ഹൈറ്റ് ഉണ്ടായിരിക്കണം. SC ST ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റിലാക്സേഷനും ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഇതിന്റെ ഇന്റർവ്യൂസും എക്സാമിനേഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു വാക്കിംഗ് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിനകത്തൊരു വാക്കിംഗ് ടെസ്റ്റ് നടക്കുന്ന ആ ഒരു വാക്കിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു റിട്ടേൺ എക്സാമിനേഷനും ഉണ്ടാവും. റിട്ടേൺ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ ഇന്റർവ്യൂയിലേക്ക് വിളിക്കും. ഇന്റർവ്യൂവിനകത്ത് നിങ്ങളുടെ നോളജ്, സ്കില്ല്, ഓവറോൾ പെർഫോമൻസ് അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. വാക്കിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മെന്നിനാണെങ്കിൽ 25 കിലോമീറ്റർ എന്ത് ചെയ്യുക, 4 മണിക്കൂറിൽ നടക്കുക. വുമൺ ആണെങ്കിൽ 16 കിലോമീറ്റർ 4 മണിക്കൂറിൽ നടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും കാട്ടിനകത്തൂടെയുള്ള നടത്തം തന്നെയാണ് ജോലിയല്ലേ. നിങ്ങൾക്ക് നമ്മുടെ പുഷ്പ സിനിമയിലെ നമ്മുടെ ബൻവർ സിംഗ് ഷികാവത്തിനെ കണ്ടിട്ടില്ലേ, അതുപോലൊരു ജോലിയാണ് കേട്ടോ. നല്ലൊരു ജോലി തന്നെയാണ്, നല്ല സാലറി സ്കെയിൽ ഉള്ളതാണ്. ഈ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത് കേരള PSC തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ടെസ്റ്റ് നടത്തുന്നത്. ഇതിന് സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നത് കേരള റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആയിരിക്കും. നിങ്ങളുടെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെലക്ഷൻ എന്ന് പറയുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള ഇന്റേണൽ ക്വാളിഫിക്കേഷനും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ അയക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല സാലറി സ്കെയിലുള്ള ഒരു ജോലിയാണ്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ വരുന്ന ഡിഗ്രി. ഈ പറയുന്ന സബ്ജക്റ്റുകൾക്കെല്ലാം ഡിഗ്രി വേണം. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഈ പറയുന്ന സബ്ജക്റ്റുകൾക്ക് എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ജോലിയാണ്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, ക്വാളിഫിക്കേഷൻ, ഈ പറയുന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരെന്ത് ചെയ്യുക, ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നല്ലൊരു അവസരം തന്നെയാണ് ഈ ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഈ ക്വാളിഫിക്കേഷൻ ഉള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നിങ്ങൾക്കറിയാം, നിലവിൽ ഇപ്പോൾ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ട് 2025 ഫോഴ്സ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പൊ ഈ പറയുന്ന ഫോഴ്സ് 2025 എന്ന് പറയുന്ന ബാച്ചിനകത്ത് നിങ്ങൾക്ക് പോലീസിൻ്റെത്, എക്സൈസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെയും കമ്പൈൻഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ അതിന്റെ നോട്ട്സ്, അതിന്റെ PDF മെറ്റീരിയൽസ്, അതിന്റെ മോഡൽ എക്സാം, അതിന്റെ മോക്ക് ടെസ്റ്റുകൾ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫോഴ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ നിന്ന്, നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത ഒരുപാട് പേര് നിലവിലിപ്പോൾ ഈ പറയുന്ന പോലീസിലും എക്സൈസിലൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. അപ്പൊ എന്തായാലും 2025 ഈ പറയുന്ന ഫോഴ്സ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ ഈ പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പേയ്മെന്റ് എന്ന് പറയുന്നത് 999 രൂപയാണ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, 9961169272. ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും. ഇത് വാട്സ്ആപ്പ് നമ്പർ ആണ്, കോൾ എനേബിൾഡ് നമ്പർ അല്ല. ഓക്കെ, അപ്പോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടുക, ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് അത് പേയ്മെന്റ് ചെയ്യാനുള്ള രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി, ഇപ്പോൾ പോലീസ് മതി, അല്ലെങ്കിൽ എക്സൈസ് മതി, ബീറ്റ് ഫോറസ്റ്റ് മതി, ഫയർഫോഴ്സ് മതി എന്നുണ്ടെങ്കിലും അതിനുള്ള പ്രൊവിഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ വാട്സാപ്പിൽ എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് ഇടുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് അപ്ഡേറ്റുകൾക്കും ബാക്കിയുള്ള ജോബ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജോബ് അപ്ഡേറ്റ്സ്, നോളജ് ഫാക്ടറി PSC ജോബ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിലേക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ആൾക്കാരിലേക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് കൂടെ എന്നെ കാണാൻ മതി. എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.